എന്തിനാ ഞാനിതിങ്ങനെ വിശദീകരിക്കുന്നത് അറിയോ? പലപ്പോഴും മുസ്ലിയാക്കന്മാര് വലിയ കാര്യമായിട്ട് പറയുന്ന തെളിവാ. അള്ളാന്റെ റസൂലിനെ വഫാത്തിന് ശേഷം നബി തങ്ങളെ വിളിച്ച് സഹായം തേടാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മരണം നടന്ന ഉടനെ നബി തങ്ങളെ വിളിച്ചിട്ടുണ്ട് മൗലവിമാരെ എന്നീ ഹദീസ് ഓതിക്കൊണ്ട് പറയാറുണ്ട്. പറയുന്നത് കാര്യമാണ്, പക്ഷേ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുപോകുന്നത് മറ്റു സ്ഥലത്തേക്കാണ്. അതുകൊണ്ടാണ് സാന്ദർഭികമായിട്ട് അത് ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ആ കാര്യം പഠിപ്പിക്കുന്നത് നബിതങ്ങളെ പഠിപ്പിക്കാനല്ല, നബിതങ്ങളെ കേൾപ്പിക്കാനുമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചിലരെ പഠിപ്പിക്കാനാണ്. അങ്ങനെ പോയിട്ട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കവിടെ, ഇരിക്ക്, ഇനിയും ബോധ്യമായിട്ടില്ലേ? ഇനിയും ബോധ്യമായില്ലേ? അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് പ്രസംഗം തുടങ്ങുന്നു. ഓ ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഇതുവരെ ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. അതല്ല, ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ റബ്ബ് മരിച്ചിട്ടില്ല കേട്ടോ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണം അവനില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തുന്നു, ആയത്തോതി പ്രസംഗിക്കുന്നു. ആയത്തോതി പ്രസംഗിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബികും എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തോതുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഈ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിന്ന് വിറക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു വാളുമായി കൊണ്ട് വാള് കയ്യിൽ നിന്ന് വീണ് ഭൂമിയിലേക്ക് അങ്ങനെ ഇരുന്നു പോയി. എന്തേ കാരണം? മഹാനവറുകൾ പറയുന്നു, ഈ ആയത്ത് ഞാൻ ഇന്ന് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. കണ്ടോ, മരിച്ചു എന്ന് സമ്മതിച്ചു, മരിച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്തിന്? ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പുരോഹിതന്മാർ ഈ സംഭവത്തെ വലിച്ചു നീട്ടിയിട്ട് നബി തങ്ങളെ വിളിച്ചില്ലേ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പോഴും വിളിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിപ്പിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ അങ്ങ് കാണുന്നില്ലേ? ഞങ്ങളുടെ സദസ്സ് കാണുന്നില്ലേ? ഞങ്ങളുടെ മനസ്സ് കാണുന്നില്ല നബിയെ, സഹായിക്കണേ നബിയെ എന്നിങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതിന് തെളിവായിട്ട് ഈ സംഭവത്തെ പലരും വലിച്ചു നീട്ടുന്നത് കൊണ്ടാണ് ഒരൽപ്പം വിശദമായി സാന്ദർഭികമായി എന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം ഉണർത്തിയത്. ഇനി സഹോദരന്മാരെ, അപ്പോ ഇങ്ങനെ ജനാസ തുറന്ന് കാണലും അതുപോലെ തന്നെ അതിന്മേൽ ചുംബനമർപ്പിക്കലുമൊക്കെ അനുവദിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയോ അവിടെ അങ്ങനെയുണ്ടല്ലോ, ഈ ആണും പെണ്ണുമൊക്കെ ഇടകലർന്നുകൊണ്ട് ഇങ്ങനെ ജനാസ കാണാൻ ഒരു സംവിധാനം ഒരുക്കൽ പാടില്ല. എവിടെയാണെങ്കിലും അത് പാടില്ല, അത് പാടില്ല. ഇങ്ങനെ ആണുങ്ങളുടെ ജനാസ പെണ്ണുങ്ങളും, പെണ്ണുങ്ങളുടെ ജനാസ ഇങ്ങനെ ആണുങ്ങളും അങ്ങനെ കാണേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട സംഗതിയെ ചരിത്രത്തിൽ കാണുന്നില്ല. അനുവദിക്കപ്പെട്ട ആളുകൾ കാണുക ആ രൂപത്തിൽ അതൊരു കാണൽ ചടങ്ങാക്കി മാറ്റുകയാണ് പലരും. ചിലരൊക്കെ വിചാരിച്ച എന്താണ്, ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ എന്താണ്, നിങ്ങളൊരാളൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുമ്പോൾ ഒരാള് ഒരാള് രോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ സന്ദർശിക്കണം. രോഗിയായാൽ സന്ദർശിക്കാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ ജനാസയെ പിന്തുടരണേ. ഏറ്റവും പ്രധാനം എന്താണ്? ജനാസ കാണലല്ല, ജനാസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ജനാസയെ അനുഗമിക്കലാണ്, ജനാസക്ക് വേണ്ടി നിസ്കരിക്കലാണ്, ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അത് പലപ്പോഴും ആളുകൾ ഒഴിവാക്കി. ആളുകൾ ആകെ കാര്യം കൊടുക്കുന്നത് എന്താണ്? മരിച്ചിരിക്കുന്നു, മരണം നടന്ന വീട്ടിലൊന്ന് പോകും. അതും എന്തിനാ പോകുന്നത്? പലപ്പോഴും ചെന്നില്ലെങ്കിൽ, റിപ്പോർട്ടർമാരുടെ കണക്കിൽ പെട്ടില്ലെങ്കിലോ, ചെന്നില്ലെങ്കിൽ അത് തന്നെ ഇങ്ങനെ മുൻനിരയിലൊക്കെ ആകാൻ വേണ്ടി പലരും ശ്രദ്ധിക്കും. കാരണം എന്താ? നേതാവിന്റെ മരണവാർത്തയാകുമ്പോ പത്രങ്ങൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ മുൻനിരയിൽ ഞാൻ ഉണ്ടാകണം.
അങ്ങനെയൊക്കെ ദുരുദ്ദേശത്തിൽ പോകുന്നവരുമുണ്ട്. എല്ലാവരും അത്തരക്കാരാണെന്നല്ല ഈ പറയുന്നത്. നിയ്യത്ത് നന്നാക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പറയുന്നോണ്ട് ഉദ്ദേശം അതേ ഉള്ളൂ, നിയ്യത്ത് നന്നാക്കണം, പോകുന്നതിന്റെ നിയ്യത്ത് നന്നാക്കണം. ആരൊക്കെ വന്ന് അവിടെ കണക്കെടുക്കാൻ ആൾക്കാരുണ്ടാകും ഓരോരുത്തർ. അപ്പൊ അവരുടെ ലിസ്റ്റിൽ ഞാൻ പെട്ടില്ലെങ്കിലോ പിന്നെ പറയൂലേ, അതുപോരാ, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചു കൊണ്ട് പോകണം. പോയാലും പോരാ, ജനാസക്കരികിൽ നീ നിന്നുകൊണ്ട് ജനാസ കാണുകയാണെങ്കിൽ, അതുപോലെ തന്നെ ജനാസക്കരികിൽ നീ ഇരിപ്പുറപ്പിക്കുകയാണെങ്കിൽ, അതല്ല നീ അതിന്റെ പരിസരത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ മയ്യത്തിന് വേണ്ടി ഖൈറായ കാര്യങ്ങൾ അള്ളാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ? അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടക്കുമ്പോ നബി തങ്ങൾ ആദ്യമായി അതാ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലി അബീ സലമത വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും സഹോദരന്മാരോടും കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയുകയാണ്, ഇത് കേവലം കേട്ടുമറക്കാനുള്ളതല്ല. ഇത് കേവലം കേട്ടുമറക്കാനുള്ളതല്ല. ജനാസ കാണാൻ പോകുമ്പോ, മരിച്ച വീട്ടിലേക്ക് പോകുമ്പോ ആ ജനാസക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ജനാസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ജനാസക്കരികിൽ നിന്നുകൊണ്ട് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ഹദർതുമുൽ മരീദ വിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. നിങ്ങൾ ജനാസക്കരികിലോ രോഗിയുടെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ, ഒരു മയ്യത്തിന്റെ സമീപത്തോ അതല്ലെങ്കിൽ ഒരു രോഗിയുടെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണേ? നിങ്ങൾ ഖൈറായ കാര്യം പറയണേ. കാരണം നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നമ്മൾ ദുആ ചെയ്യുമ്പോ ആമീൻ എന്ന് പറയാൻ നമ്മൾ കാണാത്ത അദൃശ്യ ശക്തികളുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്ന ഒരു സദസ്സാണത്. ആർക്കാ ഇതൊക്കെ അറിയാം? ജനാസ കാണാൻ പോയാൽ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ഓ വലിയ സങ്കടം എന്നും പറഞ്ഞിട്ട് ഒരു മട്ടിൽ ഇങ്ങോട്ട് പോയിരുന്നു. അവരോട് അവന്റെ കർമ്മം കഴിഞ്ഞു. നിർത്തണ പരിപാടി നിർത്തണം. ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ സംസ്കാരം നിർത്തണം. ആ സ്വഭാവം മാറ്റിയെടുക്കണം. നിങ്ങൾ ജനാസക്കരികിലെത്തുമ്പോ ആ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെന്താ വേണ്ടത്? ഇത് പഠിക്കണം. ഇത് പഠിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ എന്നല്ലേ നബി തങ്ങൾ ദുആ ചെയ്തത്. അബൂ സലമയുടെ സ്ഥാനത്ത് ഏത് മയ്യത്താണോ നമ്മൾ കാണുന്നതെങ്കിൽ, ഏത് മയ്യത്തിനരികിലാണോ നാം ഹാജരാകുന്നതെങ്കിൽ, അതൊരു പക്ഷേ ഫാത്തിമയാവാം, ആയിഷയാവാം, ഖദീജയാവാം, അതല്ലെങ്കിൽ മുഹമ്മദാവാം, അതല്ലെങ്കിൽ അബൂബക്കറാവാം, ആരോ ആകട്ടെ, ആ ജനാസയുള്ള വീട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതാ ആരാണ് ജനാസയെങ്കിൽ അവരുടെ പേരന്വേഷിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫാത്തിമ, ഫാത്തിമയാണോ എങ്കിൽ അങ്ങനെ, അതല്ല മുഹമ്മദാണോ, അല്ലാഹുമ്മ ഗ്ഫിർ ലി മുഹമ്മദ്. ആ സ്ഥാനത്ത് അബൂ സലമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ സ്ഥാനത്ത് ആരാണ് മരണപ്പെട്ട ആളെങ്കിൽ അയാളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹ് പുറത്തു കൊടുക്കണേ, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹുവേ സന്മാർഗം കിട്ടിയിട്ടുള്ള മഹാന്മാരിൽ ഇദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ, പദവി ഉയർത്തിക്കൊടുക്കണേ റബ്ബേ എന്നിങ്ങനെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ശേഷക്കാരില്ലതാ പകരം നല്ലവരായ ആളുകളെ കൊടുക്കണേ എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ശേഷക്കാർക്ക് വേണ്ടി പിൻഗാമികളിൽ നല്ലവരായ ആളുകൾ ഉണ്ടാവണേ എന്ന ആശയത്തിലുള്ള ആ പ്രാർത്ഥനയും പറയണം. മാത്രമല്ല വഗ്ഫിർ ലനാ, ഞങ്ങൾക്കും പുറത്തു തരണേ അല്ലാ, വലഹു, ഈ മയ്യത്തിനും പുറത്തു കൊടുക്കണേ യാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാ, സർവലോക രക്ഷിതാവേ
പുറത്തു കൊടുക്കണേ. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വനവ്വിർ ലഹു ഫീ, ആ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ. എത്രയോ തവണ ഇവിടെ വെച്ച് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദുആയാണിത്. പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ എന്റെ ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ ദുആ അറിയാം? എത്ര പേർക്ക് ഈ ദുആ അറിയാം? ഒന്ന് മനസ്സിനോട് ചോദിക്കൂ. ഇല്ലെങ്കിൽ പടച്ചവനെ ഞാൻ എത്ര ജാഹിലാണ്. ഇതൊക്കെ മരണം നടന്നിട്ട് ഒരാള് ജനാസ കാണാൻ പോകുമ്പോ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല. നമുക്കതിലൂടെ ഒരുപാട് പുണ്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പഠിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. ഇനി സഹോദരന്മാരെ, അപ്പോ ജനാസക്കരികിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഈ ജനാസയുടെ അരികിൽ നമ്മൾ അവിടെ നോക്കി അല്ലെങ്കിൽ കണ്ടു, പിന്നീട് നമ്മൾ അവിടെ അല്പനേരം ഇരിക്കുകയാണ്. ചുറ്റുഭാഗത്തും നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന നേരത്ത് നമ്മൾ അതാ ജനാസ എടുക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ആ നേരത്ത് അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെട്ടു പോകരുത് കേട്ടോ. കാരണം ഏറ്റവും വലിയ ഒരു സംഭവമാണ് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഞാനാണെങ്കിലോ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു സംസ്കാരം തന്നെ ഇന്ന് സമുദായത്തിൽ നിന്ന് എടുത്തുപോയതുപോലെ തോന്നുന്നു. മരണ വീട്ടിലേക്കൊന്ന് കയറിപ്പോയി നോക്കൂ, കാര്യം വളരെ സങ്കടം തന്നെ. ചിലരതിന് പകരമാണ് ഓത്ത് വെച്ചത്. ഓത്ത് നടക്കുന്ന വീടുകളിലും സ്ഥിതി എന്താണ്? ജനാസക്കരികിൽ ചിലരിരുന്ന് ഇങ്ങനെ ഓതുന്നുണ്ട്. പക്ഷേ ആ ഓത്ത് നടക്കുന്ന സദസ്സിന്റെ ഇപ്പുറത്തുള്ളവരോ അവരും മറ്റുള്ള വർത്തമാനത്തിലാണ്. അതേ അവസരത്തിൽ ആളുകൾ വർത്തമാനം പറയാതിരിക്കാൻ വേണ്ടി ഖുർആനോത്ത് നടപ്പിലാക്കുന്നു എന്ന് പലരും ന്യായം പറയാറുണ്ട്. പക്ഷേ ആളുകൾ ഓരോന്ന് ചെയ്യുമ്പോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ സ്ഥാനത്ത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ ഏർപ്പെടുത്തുകയല്ല വേണ്ടത്. ആളുകളോട് അതിന്റെ സംസ്കാരം പറഞ്ഞു കൊടുക്കണം, അതിന്റെ നിയമങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മരണത്തിന്റെ നേരം മരണം നടന്നു കഴിഞ്ഞാൽ ആ ജനാസക്കരികിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഖുർആൻ ഓദിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയോ, അവിടുന്ന് ഹാജരായ ജനാസകളിൽ അവിടുന്ന് ഖുർആൻ ഓതുകയോ സഹാബിമാര് ഖുർആൻ ഓതുകയോ ചെയ്തതായി സ്വഹീഹായ നിലക്കുള്ള റിപ്പോർട്ടുകളിലൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ലെന്ന് പരിശോധിച്ചറിഞ്ഞ മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ മരിച്ച വീട്ടിൽ പോയി നോക്ക്, അവിടെ ഒരു ഖുർആനോത്തും കൂടിയില്ല എന്ന് പറഞ്ഞ ആളുകൾ പലപ്പോഴും വിഷമം പറയാറുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസക്കരികിൽ ഇരുന്ന് ഖുർആൻ ഓതാൻ കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്നാൽ ഖുർആൻ ഓതണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് മറ്റു വർത്തമാനങ്ങൾ പറയുകയാണോ, രാഷ്ട്രീയം പറയുകയാണോ, മറ്റു ചില കച്ചവട കാര്യങ്ങൾ പറയുകയാണോ, മൊബൈൽ ശബ്ദിക്കുകയാണ്. മരിച്ച വീട്ടിലതാ ഇപ്പോഴും നിങ്ങൾ പോയി നോക്കൂ, എന്തെല്ലാം മ്യൂസിക്കുകളാണ് കേൾക്കുന്നത്. അതാ എന്തൊരു കഷ്ടമാണ് ഈ സമുദായത്തിന്റെ സ്ഥിതി. സ്ത്രീകളാണെങ്കിൽ അവിടെ കൂടി നിൽക്കുന്നവരെങ്ങനെ പരസ്പരം പല വർത്തമാനങ്ങളും പറയും. ആ കൂട്ടത്തിൽ ഗീബത്ത് പറയും, നമീമത്ത് പറയും, വസ്ത്രത്തിന്റെ വളവളപ്പ് പറയും, ആഭരണത്തിന്റെ വിഷയം ചർച്ച ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളിലേക്കും അവരുടെ ചർച്ച നീളുമ്പോ ആണുങ്ങളതാ മുറ്റത്ത് കൂടിയിരുന്നിട്ട് ഖുർആൻ ഓത്തുള്ള വീടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതാ അവരും രാഷ്ട്രീയം പറയുന്നു, മറ്റു പല കാര്യങ്ങളും പറയുന്നു, മൊബൈലെടുത്തുകൊണ്ട് സംസാരിക്കുന്നു, അതിന്റെ ട്യൂൺ അവരാസ്വദിക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ പല രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കും അവരുടെയും ശ്രദ്ധ പോവുകയാണ്. അവരും ചിരിക്കുന്നു, അവരും തമാശകൾ പറയുന്നു. എങ്ങനെ സാധിക്കുന്നു? ഓ പ്രിയപ്പെട്ടവരെ, ആരാണ് അകത്ത് കിടക്കുന്നത്? ആരാണ് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അതാ തൊട്ടടുത്ത സമയത്ത് ആ സ്ഥാനത്ത് ഞാനാണെങ്കിലോ കർമ്മങ്ങളെല്ലാം തീർന്നുപോയി, ഒരാളുടെയും സഹായമില്ലാതെ അതാ അദ്ദേഹത്തിന്റെ ഈ ലോക ജീവിതം അവസാനിച്ചു പോയില്ലേ? ഇനി ആ മനുഷ്യന് പോകേണ്ടത് എങ്ങോട്ടാണ്? തൊട്ടടുത്ത സമയങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹ് ഖബർ എന്താണ്? അവിടുത്തെ ചോദ്യോത്തരം എന്താണ്? അദ്ദേഹത്തിന് ഇന്നത്തെ രാത്രി ആരാണ് കൂട്ടിന്? ഇന്നലെ വരെ കൂടെ ജീവിച്ചാരും ഇല്ലല്ലോ. ഇങ്ങനെ ആ മനുഷ്യന്റെ കാര്യത്തിൽ
ചിന്തിച്ചുകൊണ്ട് ആ വീട്ടിൽ നീ തങ്ങുന്നുവെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. മാത്രമല്ല, നീ എവിടെ ഇരിപ്പുറപ്പിക്കുമ്പോഴൊക്കെയും ആ ജനാസയുടെ ഖൈറിന് വേണ്ടി, ആ സഹോദരിയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ യുഅമ്മിനൂന ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുഴുവനും അല്ലാഹുവിന്റെ മലായികത്തുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര ദയനീയമാണ് സ്ഥിതി താങ്കൾ വിചാരിച്ച്. മരണം നടന്ന വീട്ടിൽ കയറി എന്താ അവിടുത്തെ വർത്താനവും ബഹളവും, അവിടുത്തെ കളിയും ചിരിയും. കുറച്ചു നേരം അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് സഹാബത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരു മരണ വീട്ടിലേക്കാണ് കയറിച്ചു നോക്കിയ ആരാണ് ഇവിടെ മരണം നടന്ന ആളുടെ ബന്ധുക്കൾ എന്ന് പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ ആരാന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം എല്ലാവരുടെ മുഖത്തും ദുഃഖം ഘനീഭവിച്ച് തളം കെട്ടി നിൽക്കുന്നു. എല്ലാവരും മരണചിന്തയിൽ തന്നെ, എല്ലാവരും ദുഃഖത്തിൽ തന്നെ, എല്ലാവരും സങ്കടത്തിൽ തന്നെ. അവിടെ കളിച്ചിരികളില്ല, തമാശകളില്ല, ചിരിയില്ല, മറ്റു വർത്തമാനങ്ങളില്ല. മരണം അല്ലാഹ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുമല്ലോ എന്ന ബോധത്തോടെ സ്വഹാബത്ത് അങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്. ആ കാലം പോയി മറഞ്ഞു. ആ കാലം മരണം സഹോദരങ്ങളെ. ആ കാലത്തിലേക്ക് മടങ്ങണം നമ്മൾ. അതല്ലാതെ വർത്തമാനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ആളുകൾ വർത്താനം പറയാതിരിക്കാൻ ഖുർആനോത്ത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ, ഖുർആനോത്ത് എന്നുള്ളൊരു കാര്യം അവിടെ ആ സമയത്ത് നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അവിടെ നടക്കും, വർത്താനം വേറെയും നടക്കും. അതാണ് ഇവിടെ ഉണ്ടാകുക. മറിച്ച് ഈ സമൂഹം ബോധവാന്മാരാവുകയല്ലാതെ നിവൃത്തിയില്ല. നമ്മളാണ് മാറേണ്ടത്, മാറ്റം വരേണ്ടത് ഓരോരുത്തരിലുമാണ്. ഞാൻ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെയേ ഉണ്ടാകാവൂ എന്ന് ഞാൻ ചിന്തിക്കണം. ഒരിക്കലും അവിടെ വെച്ച് പരസ്പരം മരണം നടന്നൊരു സ്ഥലത്ത് വെച്ച് ആളുകൾ പരിചയക്കാര് കണ്ടുമുട്ടിയാൽ പോലും, വളരെ കാലമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പരിചയക്കാരനെ കണ്ടുമുട്ടിയാൽ പോലും മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അവരെന്തേ പറയൂ, സലാം പറഞ്ഞുകൊണ്ട് വിഷയം അവിടെ തീർക്കും. വേറെ പരിചയവും വർത്താനം എന്തൊക്കെ വർത്താനം എന്ന് പോലും ചോദിക്കൂല. സലാം പറഞ്ഞിട്ട് അവിടെ നിർത്തും. അതൊക്കെ പിന്നെ പറയാ. ഇപ്പൊ അതിന്റെ നേരല്ല. വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഇവിടെ. എന്റെ പരലോകം, എന്റെ മരണം ഒക്കെ ഞാൻ ചിന്തിക്കേണ്ട വീടാണിത്, അവസരമാണിത് എന്ന നിലക്ക് ചിന്തിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എത്രയും വേഗം ജനാസ എടുക്കുകയാണ് വേണ്ടത്. ജനാസ എത്രയും വേഗം മറവ് ചെയ്യണം. ജനാസ മറവ് ചെയ്യാതെ എത്രയോ സമയം ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമ്പ്രദായമുണ്ട്. പല ആളുകളും എന്തു ചെയ്യും? എനിക്ക് കാണണം എന്ന് ഇവിടുന്ന് വിളിച്ചു പറയും, എനിക്ക് കണ്ടേ പറ്റൂ. അപ്പോൾ പിന്നെ ആ ബന്ധുക്കൾ കുഴങ്ങി. മകനല്ലേ വിളിച്ചു പറയുന്നത്, മകളല്ലേ വിളിച്ചു പറയുന്നത്, അതല്ലെങ്കിൽ ഭർത്താവല്ലേ പറയുന്നത്, അതല്ലെങ്കിൽ ബാപ്പയല്ലേ പറയുന്നത് എന്ന നിലക്ക് പിന്നെ ആ ബന്ധുക്കളതാ ദിവസങ്ങളോളം കാത്തു നിൽക്കുകയാണ്. അത് പാടില്ല പ്രിയപ്പെട്ടവരെ. എത്രയും വേഗം ജനാസ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് വേണ്ടത്. അതിന്റെ ഏറ്റവും വലിയ പുണ്യം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനായ മയ്യത്താണെങ്കിൽ, മുഅ്മിനത്തായ മയ്യത്താണെങ്കിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആനന്ദങ്ങളിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകണേ. അതല്ല മോശപ്പെട്ട ഒരു മയ്യത്താണെങ്കിൽ ഫശർറുൻ തദഊനഹു അൻ റിഖാബികും, ആ ശല്യം നിങ്ങളുടെ പെരടിയിൽ നിന്ന് വേഗം ഒഴിവാക്കൂ, ഒഴിവായി കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മരണപ്പെട്ടയാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ വരോളം കാത്തിക്കണം എന്ന് പറയല്ല, ഉടനെ മറവ് ചെയ്തോളൂ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വേഗം മറവ് ചെയ്യാൻ പറയാ. അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ എത്രയും വേഗം മറവ് ചെയ്യാൻ. എന്നാൽ അത്യാവശ്യം മരണം നടന്ന ഏതാനും മണിക്കൂറുകൾ ആളുകൾക്ക്, ബന്ധപ്പെട്ട നാട്ടിലുള്ള ആളുകൾക്കൊക്കെ, പരമാവധി ആളുകൾക്ക് ജനാസയിൽ പങ്കെടുക്കാനും നമസ്കാരത്തിനും ഒക്കെ സൗകര്യം ലഭിക്കുന്ന നിലക്ക് ഏതാനും മണിക്കൂറുകൾ നീട്ടിവെക്കുന്നത് നല്ലതാണ്, ഒരു തെറ്റല്ല. അതേ അവസരത്തിൽ രാവിലെ മരണം നടന്നിട്ടുണ്ടാവും, നാളെ രാവിലെയും കഴിഞ്ഞ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ആ മകൻ എത്തുക എന്ന് അറിയിച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ 2 മണിക്കൂർ ഡിലേ ആയി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായി.
ഇനി ഒരൊറ്റ 2 മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ആണ് 8 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പരസ്പരം പിന്നെ ആളുകൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയും, ഏതായാലും നമ്മൾ കാത്തില്ലേ, 2 മണിക്കൂറും കൂടി ഞാൻ വൈകിക്കോട്ടെ എന്ന് പറയും. പിന്നെ ഇയാൾ നാട്ടിലുള്ള ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് സമയം എത്രയായി. എന്തിനാണ് ഈ മഹാപാതകം ചെയ്യുന്നത്? എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്? ഒരു നോക്കൊന്ന് കണ്ടതുകൊണ്ട് ആ മയ്യത്തിന് എന്ത് ഗുണമാണ് കിട്ടേണ്ടത്? മറിച്ച് ആ മയ്യത്ത് നല്ല മനുഷ്യനാണെങ്കിൽ എത്രയും വേഗം ആ ജനാസ കൊണ്ടുപോകലല്ലേ ആ ജനാസയോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം. അതുകൊണ്ട് പ്രവാസികളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാണ്, മരണം ബന്ധുക്കളുടെ ആരുടെയെങ്കിലൊക്കെ നടന്നോ, നമുക്ക് പോകാൻ കഴിയുമോ എന്നല്ല നോക്കേണ്ടത്. കഴിയും പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ പോകുന്നതും തിരക്കിടില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ താമസിക്കും എന്ന് കണ്ടാൽ ഉടനെ വിളിച്ചു പറയുക, ഉടനെ വിളിച്ചു പറയുക. അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ വിളിച്ചു പറയാ, നിങ്ങൾ ജനാസ ഖബറടക്കിക്കോളീൻ, ഇൻഷാ അല്ലാഹ് ഞാൻ എത്തിയെങ്കിൽ എത്തും, എന്നെ കാത്തു നിൽക്കേണ്ടതില്ല, വേഗം നടക്കട്ടെ. അതൊന്നും ഒരു പ്രയാസമുള്ള സംഗതിയോ ഒരു സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അതാണ് സ്നേഹം, അതാണ് കാരുണ്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിങ്ങനെ കാത്തിരിക്കണം. എന്നിട്ട് ആളുകൾ ഇങ്ങനെ എന്നിട്ട് ഈ മകനെ കാത്തിരുന്നു. ഒരു മകന്റെ ജനാസ നിസ്കാരത്തെക്കാൾ ആയിരങ്ങളുടെ നിസ്കാരം അവിടെ മുടക്കപ്പെടുകയാണ്. ഇയാളെ കാത്തുനിന്നു. വരുന്നതെപ്പോഴാണ്? മകൻ എത്തുന്നതെപ്പോഴാണ്? രാത്രി 12 മണി 1 മണിയാകും. 1 മണിക്ക് ജനാസ എടുക്കൂന്ന് പറഞ്ഞാൽ പകലൊക്കെ ആളുകൾ ഇങ്ങനെ വന്നു നോക്കിയിട്ട് ചോദിക്കും, എപ്പോഴാ ജനാസ എടുക്കുന്നത്? മകൻ രാത്രി 12 1 മണി എന്നാ പറയുന്നത്, അതുകൊണ്ട് അപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. അതെ, എന്നാ പിന്നെ ഒന്നും പറയൊന്നുമില്ല, അവർ കണ്ടിട്ട് വരാൻ പോകും. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകും. പിന്നെ ആ മരണം നടന്ന വീട്ടിൽ ജനാസ കൊണ്ടുപോകുമ്പോ അതിന്റെ പിന്നാലെ പോകാൻ ആയിരങ്ങൾ സന്ദർശിച്ച വീടാണെങ്കിൽ പോലും 100 100-ൽ താഴെയോ ബന്ധുക്കളെ കിട്ടുകയുള്ളൂ. നിസ്കാരം നടത്താനും അത്രയേ ആളുകളെ കിട്ടൂ. ഈ പണി നമ്മൾ ചെയ്യണോ പ്രിയപ്പെട്ടവരെ? നന്നായി ആലോചിക്കണേ എന്ന് സാന്ദർഭികമായിട്ട് എന്റെ സഹോദരങ്ങളോട് ഉണർത്തുന്നു. നമുക്ക് വേണ്ടത് എന്താ? അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാൻ ഒരുപാട് ആളുകളെ കിട്ടണം, ഒരുപാട് ആളുകളുടെ ദുആ എത്തട്ടെ, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടട്ടെ. അതല്ലേ വേണ്ടത്? എനിക്കൊരു നോക്ക് കാണലാണോ വലുത്? അതോ എന്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ആയിരങ്ങൾ നിസ്കരിക്കലാണോ എനിക്ക് വേണ്ടത്? ഇതൊക്കെയാ ചിന്തിക്കേണ്ടത്. അതാണ് ബുദ്ധി. അതിനെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. അതിലാണ് നന്മയുള്ളത്, അതിലാണ് ഖൈറുള്ളത്. പ്രിയപ്പെട്ടവരെ, പറയുന്നവര് പലതും പറഞ്ഞേക്കും, അത് അവഗണിക്കുക. നമുക്ക് സ്നേഹം, നമുക്ക് കടപ്പാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മരണാനന്തരമുള്ള ശേഷക്രിയകളും ഒക്കെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ തന്നെ ആയിത്തീരാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സജീവ ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ആ രൂപത്തിലുള്ള ഒരു സമീപനങ്ങൾ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുവാനുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله